പ്ലസ് ടു പഠിക്കുമ്പോൾ ഇച്ചിരി ഗുണ്ടായിസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും ട്യൂഷനില്ല. എൻ്റെ കൂട്ടം ഞങ്ങൾ 5 പേരെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളിൽ 2 പേർക്ക് ട്യൂഷനില്ല. ബാക്കി 3 പേർക്ക് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനും ജിൻസി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ താമസിച്ചാണ് രാവിലെ പോകുന്നത്. കാരണം ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് താമസിച്ച് പോയാൽ മതി. അപ്പം ഞങ്ങൾ രണ്ടും രാവിലെ ഒരേ ബസ്സിനാണ് പോകുന്നത്. പെട്ടിപ്പുറമാണ് നമ്മുടെ സ്ഥാനം. അപ്പം രാവിലെ അങ്ങനെ അങ്ങ് പോകും. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ ഒരു 7-8 പേര് 10 പേരോളം ആങ്ങമുഴിക്കോട്ട് വരാനുണ്ട്. അപ്പം അൽമദീന എന്ന് പറയുന്ന ഒരു ബസ്സാണ് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളെ അവിടുന്ന് കയറ്റാൻ വേണ്ടിയിട്ട്. ആങ്ങമുഴിക്കോട്ടുള്ളവരെ അവർ കയറ്റത്തില്ല. സ്കൂളിൻ്റെ അവിടെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൈ കാണിക്കും. അവിടെ സ്റ്റോപ്പുള്ളതാണ്. പക്ഷേ ഇവർ നിർത്തത്തില്ല. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ അവർ കുറേ ദൂരെ നിന്ന് സ്പീഡ് കൂട്ടി ഒരുങ്ങ് പോക്കങ്ങ് പോവും. പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ നടന്ന് ചിറ്റാറ് ചന്തയ്ക്ക് വരണം. അവിടെ വരെ നടക്കണം. ഒരു അരമണിക്കൂർ കൂടുതൽ നടപ്പുണ്ടെന്ന് തോന്നുന്നു. അത്രയും നടന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ പെരുന്നാട് വഴിക്കൂടെ വരുന്ന ബസ്സിന് കയറി വേണം ഞങ്ങൾ വരാൻ. അതും ഒത്തിരി സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വീട്ടിലെത്തുമ്പോഴത്തേനും ഇരുട്ടും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബസ്സിൽ ഭയങ്കര ഇടിയും തെള്ളുമായിരിക്കും. പെരുന്നാട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നോ അവിടെ നിന്നൊക്കെയുള്ള പിള്ളേരൊക്കെ ഇടിച്ചു കൂത്തിയാണ് വരുന്നത്. കയറാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്തു, ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഇനി വണ്ടി നിർത്തിയില്ലെങ്കിൽ ഈ ബസ്സിന് തടയണം. ഓക്കെ, എല്ലാവരും കൂടെ റോഡിലുണ്ട്. ആൺപിള്ളേരുണ്ട്, പെൺപിള്ളേരുണ്ട്. തടയാൻ വേണ്ടിയിട്ട് നിൽക്കുക. പകുതി പേര് ഈ സ്കൂളിൻ്റെ തൊട്ട് താഴെ നിന്നു. പകുതി ആൺപിള്ളേർ കുറച്ചപ്പുറത്തൊരു വളവുണ്ട്. വളവിൻ്റെ അവിടെ പോയി നിന്നു. അപ്പോൾ അഥവാ ഇനിയും തടഞ്ഞിട്ട് ഇവിടെ നിർത്തിയില്ലെങ്കിൽ അപ്പുറത്ത് തടണം. അതിനാണ് 2 ഗ്രൂപ്പായിട്ട് നിന്നത്. കൈ കാണിച്ചു. ബസ് നിർത്തിയില്ല, സ്പീഡിൽ വന്നു. റോഡിലോട്ട് കയറി നിന്ന ആൾക്കാർ വണ്ടി എടുത്ത് വന്നപ്പോഴത്തേന് 2 സൈഡിലോട്ട് ഓടിപ്പോയി. വണ്ടി വിട്ട് അപ്പുറത്ത് വളവിന് ചെന്നു. അവിടെയും തടയാൻ വേണ്ടിയിട്ട് നിന്നവന്മാരെല്ലാം കൂടെ വണ്ടി പാഞ്ഞു വരുന്ന കണ്ടപ്പോഴത്തേനും ഓടി. ലാസ്റ്റ് പിന്നെയും പഴയതുപോലെ നമ്മൾ ചിറ്റാറ് വരെ നടന്നിട്ട് അങ്ങനെ ബസ്സിന് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ തീരുമാനിച്ചു എന്ത് വന്നാലും റോഡിൽ നിന്ന് മാറത്തില്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം കൂടെ ബസ് വരുന്ന ഒച്ച കേട്ടപ്പോഴത്തേന് റോഡിൽ കയറി നിന്നു. നടുക്ക് നിൽക്കുക, എല്ലാവരും നേർന്ന് നിൽക്കുക. ബസ്സുകാർക്ക് ഒരു രക്ഷയില്ല. അവരടുത്തൂടെ പാഞ്ഞൊക്കെ വന്ന് നോക്കി, സ്പീഡ് അടുത്ത് വന്ന് നോക്കി. അടുത്തെത്തിയിട്ടും ഞങ്ങൾ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ അവന്മാർ അപ്പുറേ സൈഡും ചേർത്ത് നിർത്തി. എന്നിട്ട് കണ്ടക്ടറും കിളിയൊക്കെ ഇറങ്ങി വന്നിട്ട് ഭയങ്കര ബഹളം. ഇപ്പോൾ പോലീസിനെ വിളിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഈ ബസ് വരുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ വളവിന് പോലീസ് സ്റ്റേഷനാണ്, ചിറ്റാറ് പോലീസ് സ്റ്റേഷനാണ്. ഒരു വളം അങ്ങോട്ട് നടന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ കണ്ടക്ടറോ കിളി ആരാണ്ടൊക്കെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഞങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആകെയുള്ളത് ഈ ഒരു ബസ്, ആങ്ങമഴി വരെ പോകണം. ആങ്ങമഴി വരെ പോകാമെന്ന് പറയുന്നത് ഏകദേശം 3/4 മണിക്കൂറിൽ കൂടുതൽ ബസ്സിൽ യാത്രയുണ്ട്. അപ്പോൾ ഇരിക്കാനൊന്നും ഇവന്മാർ സമ്മതിക്കത്തില്ല, ഇരിക്കാൻ സ്ഥലവും കിട്ടത്തില്ല. അഥവാ കിട്ടിയാൽ തന്നെ പെട്ടിപ്പുറത്ത് എല്ലാവരും കൂടി ഇടിച്ച് കൂടിയിരിക്കത്തേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ പ്ലേസ്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസുകാരപ്പോൾ അവരെ ദേഷ്യപ്പെട്ട് പറഞ്ഞു മേലെ ഇനി ഇവിടെ വണ്ടി നിർത്താതെ പോകരുത്, എല്ലാ ദിവസവും ഈ പിള്ളേർ ഇവിടെ നിർത്തി ആങ്ങമഴിക്കോട്ടുള്ള പിള്ളേർ എങ്ങനെയാണെങ്കിലും എടുത്തോണ്ടേ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാർക്ക് പണി കിട്ടി. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ തല കണ്ടാൽ മതി, കൈപോലും കാണിക്കണ്ട, ചിറ്റാറ് ഞങ്ങളുടെ സ്കൂളിൻ്റെ താഴെ വരുമ്പോൾ അൽമദീന ബസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിർത്തി ഞങ്ങളെ എടുത്തുകൊണ്ട് പോയിരുന്നു. അങ്ങനെ ഗുണ്ടാപ്പണിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ.